ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ശ്യാം പറയുന്നുണ്ട്, എൻ്റെ രാജകുമാരിക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ സർപ്രൈസ് എപ്പോഴും ഒരുക്കണതല്ലേ, അതിൽ പതിവ് തെറ്റിച്ചില്ല ഞാൻ എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. അല്ല, എന്ത് ഈ ശ്യാമേട്ടൻ്റെ കയ്യിൽ ഇതൊരു കാലിസഞ്ചിയോ നോക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും, ഓ എനിക്കുള്ള സർപ്രൈസ് ഗിഫ്റ്റ് ആണല്ലേ, എന്താ ഇത് ഇഷ്ടമായോ എൻ്റെ രാജകുമാരിക്ക്? പിന്നെ ഒത്തിരി ഇഷ്ടമായി, ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് പറയുവാണ്. അതിനുശേഷം ശ്യാം തന്നെ നമ്മുടെ അഞ്ജലി അത് വെച്ച് ഇങ്ങനെ പുതപ്പിക്കുക കേട്ടോ. പുതപ്പിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ശ്യാം ഇങ്ങനെ മനസ്സിലിങ്ങനെ അഞ്ജലി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതിയായിട്ട് തോന്നുവാണ്. അങ്ങനെ ശ്രുതി ഇങ്ങനെ ശ്യാമിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കാനായിട്ട് ശ്യാമിനെ തോന്നുക കേട്ടോ. അതിനുശേഷം ശ്യാം പറയുന്നുണ്ട്, നീ ഇതിൽ വളരെയധികം സുന്ദരിയായിട്ടുണ്ട്, വളരെയധികം വെച്ചാൽ നിന്നെ ഇത്രയും ഭംഗിയായിട്ട് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയുടെ മുഖത്ത് ഇങ്ങനെ പിടിക്കുവാണ്. പിടിച്ചതിന് ശേഷം ശ്രുതി ആ സമയത്ത് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ശ്രുതിനെ അടുത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് ശ്യാമ. അതിനുശേഷം ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. എൻ്റെ ഒരുപാട് സുന്ദരിയായിട്ടുണ്ട്, നീ ഭയങ്കര സുന്ദരിയാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പെട്ടെന്ന് അഞ്ജലി ഇങ്ങനെ ചോദിക്കണ്ടേ, എന്ത് പറ്റി ശ്യാമേട്ട എന്ന് ഭയങ്കര റൊമാൻറ്റിക് മൂഡിലാണല്ലോ എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് ശ്യാമ ഇങ്ങനെ നെട്ടിയിട്ട് ഇങ്ങനെ അഞ്ജലിനെ നോക്കുവാണ്. എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയാണ്. കൊള്ളാം, എന്തായാലും റൊമാൻസ് ഇത്തിരി കൂടുന്നുണ്ട് ശ്യാമേട്ടനെ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുവാണ്. ആ സമയത്ത് ശ്യാം മനസ്സിൽ വിചാരിക്കുകയാണ്, എൻ്റെ ശ്രുതിക്കുട്ടി ഇപ്പം എല്ലാം നീ തകർത്താൻ എന്നൊക്കെ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കുന്ന കടക്കാരനോട് നമ്മുടെ ശ്രുതിയും പ്രീതിയും കൂടി പറയുന്നുണ്ട്, ആ വീട്ടിലേക്ക് ഞങ്ങൾക്ക് ഓർഡർ കൊണ്ടുപോയി കൊടുക്കാൻ പറ്റില്ല സർ എന്ന് പറയുമ്പോൾ, ഇത് ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞ കാര്യമില്ല, സ്വീറ്റ്സിൻ്റെ ഓർഡർ തന്നെ മുമ്പ് നിങ്ങൾ തന്നെ സെർവ് ചെയ്യണമെന്ന്. അപ്പോൾ നിങ്ങളെല്ലാം സമ്മതിച്ചാണല്ലോ, ഇപ്പോൾ എന്ത് പറ്റി? ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ തന്നെ ഇത് സെർവ് ചെയ്യണം, അതെനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. നിങ്ങൾക്കത് പറ്റില്ല എന്നാണെങ്കിലേ ഞാൻ വേറെ വഴി നോക്കും, അത്ര തന്നെ എന്നിങ്ങനെ പറയുവാണ്. സാറിനെ വേറെ ആരെങ്കിലും കൊണ്ട് സെർവ് ചെയ്യിപ്പിക്കാൻ പറ്റുമോ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ, നോ അതൊന്നും പറ്റില്ല, ഈ അവസാന നിമിഷം ഞാൻ ആരെ കൊണ്ട് സെർവ് ചെയ്യിപ്പിക്കാനാണ്, നിങ്ങൾ തന്നെ സെർവ് ചെയ്യണം, അത് നിങ്ങൾ ആലോചിച്ചിട്ട് പറ, അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പഴി ചെയ്തോളാം എന്ന് ബേക്കറിക്കാരൻ പറയുമ്പോൾ ശ്രുതി പുറത്തോട്ടിറങ്ങി അതിനെ ആലോചിക്കുന്ന സമയത്ത് പ്രീതി വരുന്നുണ്ട്. ശ്രുതി, നീ എന്ത് തീരുമാനിച്ചു? നീ എന്ത് ഉദ്ദേശിച്ചാ ശ്രുതി ഇത് എന്ന് പറയുമ്പോൾ, എന്തായാലും ആ കടലമിഠായിയുടെ വീട്ടിലേക്ക് ഞാൻ സ്വീറ്റ്സ് സെർവ് ചെയ്യാനായിട്ട് പോവില്ല, ചേച്ചിയും പോകണ്ടെന്ന് പറയുമ്പോൾ, നിനക്ക് അങ്ങനെ പറയാം, പക്ഷേ നീ ഒന്ന് കാര്യം ആലോചിക്കുക, ഇത്രയും സ്വീറ്റ്സ് നമ്മൾ ഉണ്ടാക്കിയത് അമ്മയുടെ വള പണയം വെച്ചിട്ടാണ്. അത് മാത്രമല്ല, നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടത് പോട്ടെന്ന് വിചാരിക്കാം, പക്ഷെ നമ്മുടെ അച്ഛനും അമ്മേനെ സഹായിക്കാൻ വേണ്ടിയില്ലേ നമ്മൾ ഈ ബിസിനസ് തുടങ്ങിയത്. അതിനെക്കുറിച്ച് നീ എന്താ ആലോചിക്കാത്ത? അയാളെ നീ അങ്ങോട്ട് മറന്നേക്ക് ശ്രുതി, നമ്മൾ പോയിട്ട് സെർവ് ചെയ്യുന്നു, ഇങ്ങോട്ട് വരുന്നു, അത്രമാത്രം എന്നിങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ശ്യാമിനെയാണ്. ശ്യാം മുത്തശ്ശിയെടുത്ത് പറയുന്നുണ്ട്, മുത്തശ്ശിയുടെ പ്രത്യേക സമ്മാനം എനിക്ക് ഈ വർഷം കിട്ടിയില്ല. ശ്യാമോനത് മറന്നില്ലേ? ഞാനെങ്ങനെ മറക്കും? അത് കഴിച്ചിട്ടല്ല എനിക്ക് ഈ വർഷം നമ്മുടെ പ്രിയതമയായിട്ടുള്ള ദാമ്പത്യം വീണ്ടും തുടങ്ങാൻ വേണ്ടിയിട്ട് മുത്തശ്ശി തരുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറയുമ്പോൾ തന്നെ, ശ്യാമേട്ട മുത്തശ്ശിയുടെ സ്പെഷ്യലായിട്ടുള്ള സമ്മാനം ഞാൻ കൊണ്ടുവരുന്നുണ്ട് എന്ന് പറയുവാണ്. ആ സമയത്ത് നമ്മുടെ മുത്തശ്ശി ഇവളാണ് എടുത്തുകൊണ്ട് വന്നത് എന്ന രീതിയിൽ മുത്തശ്ശി ഇങ്ങനെ നോക്കുക കേട്ടോ. എന്ത് പ്യുവർ ഗേളാ ഇവള് എന്നൊക്കെ മനോരമ പറയുന്നുണ്ട്. നോക്ക്, വളരെ സ്വീറ്റ് ഗേളാ ഇവള്. നോക്കി, മുത്തശ്ശി ഉണ്ടാക്കിയ പായസം അവൾ കൊണ്ടുവന്നത് കണ്ടില്ലേ, പാവം കുട്ടി എന്നൊക്കെ മനോരമ ഇങ്ങനെ പറയുക കേട്ടോ. ആ സമയത്ത് എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതിന് പെട്ടെന്ന് തന്നെ ലാവണ്യ കാല് തെറ്റി നിലത്തേക്ക് വേണ്ടിയിട്ട് ആ പായസത്തിൻ്റെ പാത്രം അങ്ങനെ തന്നെ അങ്ങോട്ട് പൊട്ടിപ്പോവാ കേട്ടോ. മുത്തശ്ശിക്കും അല്ലാത്ത ദേഷ്യവും വിഷമമൊക്കെ തോന്നുന്നുണ്ട്. നശിപ്പിച്ചു അവൾ, എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ വേണ്ടിയിട്ട് ആ സ്പെഷ്യൽ സമ്മാനം ഉണ്ടാക്കിയെന്നറിയാവോ എന്ന് പറയുമ്പോൾ, സോറി, ശ്യാമേട്ടനെ കൊടുക്കണ ആവേശത്തിൽ ഞാൻ കൊണ്ടുവന്നപ്പോൾ അറിയാണ്ട് കാല് കസേര തെറ്റി വീണ് പോയതാ മുത്തശ്ശി എന്ന് പറയുമ്പോഴേക്കും ശ്യാം പറയേണ്ട, പോട്ടെ മുത്തശ്ശി, ലാവണ്യ നമ്മളെ സഹായിക്കാൻ വേണ്ടി വന്നതല്ലേ എന്നിങ്ങനെ പറയുക കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് ശ്രുതിനെ തന്നെയാണ്. ശ്രുതിയെടുത്തും പ്രീതിയെടുത്തും കടക്കാരൻ ചോദിക്കുന്നുണ്ട്, എന്ത് തീരുമാനിച്ചു ചോദിക്കണത്, നിങ്ങളുടെ തീരുമാനം എത്രയും പെട്ടെന്ന് തന്നെ പറയണം, എന്നിട്ട് വേണം എനിക്ക് എന്താ വെച്ചാൽ തീരുമാനിക്കാൻ എന്ന് കടക്കാരൻ പറയുന്നുണ്ട്. ആ സമയത്ത് പ്രീതി ശ്രുതിയെടുത്ത് പറയുന്നുണ്ട്, മോളെ, നമുക്ക് ഈ ഓർഡർ സ്വീകരിക്കാം, നമുക്ക് തന്നെ സെർവ് ചെയ്യാം, അതിന് വേറെ വഴിയൊന്നുമില്ല, നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം, നമ്മുടെ കച്ചവടം നമുക്ക് മെച്ചപ്പെടുത്തണ്ടേ, മാത്രമല്ല നമ്മളിത് ഇപ്പോൾ ഇവിടുന്ന് ഉപേക്ഷിച്ച് പോവുകയാണെങ്കിൽ ഇയാൾ കൊള്ള ലാഭത്തിന് അതങ്ങോട്ട് വിൽക്കും, അത് നമുക്ക് നമ്മുടെ കഷ്ടപ്പാടൊക്കെ വെറുതെ ആവും, അതുകൊണ്ട് നമുക്ക് തന്നെ ഈ സെർവ് ചെയ്യാമെന്ന് മോളെ എന്ന് പറയുവാണ് പ്രീതി. ശ്രുതി അത് സമ്മതിക്കുന്നുണ്ട്. അതിനുശേഷം കടക്കാരനോട് പ്രീതി പറയുന്നുണ്ട്, ഞങ്ങൾ തന്നെ സെർവ് ചെയ്തോളാം. ശരി, എങ്കിൽ ഞാൻ അവരെ വിളിച്ചു പറഞ്ഞോളാം, നിങ്ങളെ പലഹാരമായിട്ട് അങ്ങോട്ട് പോയേക്ക് എന്നിങ്ങനെ പറയുവാണ്. ശ്രുതിക്കാണെങ്കിൽ അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. പ്രീതി പറയുന്നുണ്ട്, ശരി സർ, ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇപ്പം തന്നെ പോകാമെന്ന് പറയുവാണ്. അതിനുശേഷം കടക്കാരൻ ശരി എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം പ്രീതിയും ശ്രുതിയും കൂടി പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങുക കേട്ടോ.
പിന്നെയും കാണിക്കുന്ന മുത്തശ്ശീനെയാണ്. മുത്തശ്ശി പറയുന്നുണ്ട് ലാവണ്യ അടുത്ത്, നിനക്ക് പറ്റാത്ത പണി നീ ചെയ്യാൻ പാടില്ല എന്നിങ്ങനെ പറയുവാണ്. ആ സമയത്ത് നമ്മുടെ അശ്വിന് വല്ലാതെ വിഷമമായിട്ട് അശ്വിൻ പറയുന്നുണ്ട്, മുത്തശ്ശി ലാവണ്യ സോറി പറഞ്ഞല്ലോ വിട്ടുകള എന്നിങ്ങനെ പറയുവാണ്. ആ സമയത്ത് അഞ്ജലി പറയണ്ട, അതേ മുത്തശ്ശി അവൾ മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ, കൊണ്ടുവന്ന തിരക്കിൽ അറിയാണ്ട് കൈ തെറ്റി വീണ് പോയതല്ലേ എന്ന് പറയുമ്പോൾ ശ്യാം പറയുന്നുണ്ട്, പോട്ടെ മുത്തശ്ശി, ഇതിന് പരിഹാരമായിട്ട് അടുത്ത വർഷം മുത്തശ്ശി ഇതിൻ്റെ ഇരട്ടി പായസം എനിക്ക് ഉണ്ടാക്കി തരണം എന്നിങ്ങനെ പറയുവാണ്. ആ സമയത്ത് മുത്തശ്ശി പറയേണ്ടത്, എന്നാലും ഷ്യാമോന് എന്നാലുമില്ല, ഒരു കുഴപ്പമില്ല മുത്തശ്ശി, അടുത്ത വർഷം എല്ലാവർക്കുള്ള പായസം ഒരുപാട് ഉണ്ടാക്കിയാൽ മാത്രം മതി, അതാണ് ഇതിനുള്ള പണിഷ്മെൻറ്റ് എന്ന് ശ്യാം പറയുക കേട്ടോ. അതിനുശേഷം നമ്മുടെ അശ്വിൻ്റെ മുഖമൊക്കെ ആകെ മാറിയിരിക്കുകയാണ്. ലാവണ്യക്കാണെങ്കിലും എന്ത് ചെയ്യണമെന്ന് പറയേണ്ടി ലാവണ്യ ആകെ വിഷമിച്ചിരിക്കട്ടെ. അഞ്ജലി പറഞ്ഞിട്ട് പോട്ടെ ലാവണ്യ പോട്ടെ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ശേഷം നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ ദേഷ്യത്തോടു കൂടി രാവണിനെ നോക്കുമ്പോൾ അഞ്ജലി പറയണ്ട, മുത്തശ്ശി ഇനി ഇതിൻ്റെ പേരിൽ അവളോട് ദേഷ്യപ്പെടാനോ അവളെ വിഷമിപ്പിക്കാനോ നിൽക്കേണ്ട കേട്ടോ. എന്തെങ്കിലും ചെയ്യട്ടെ, ഞാനിതിനൊന്നും പറയുന്നില്ല എന്ന് പറയുകയാണ്. ശേഷം കാണിക്കുന്നത് അശ്വിനെയാണ്. അശ്വിൻ ഫോൺ ചെയ്ത് അപ്പുറത്തിപ്പുറത്തേക്ക് ഇങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതിയും പ്രീതിയും കൂടി ആ സമയത്താണ് കേട്ടോ കയറി വരുന്നത്. പക്ഷേ അശ്വിൻ ഫോൺ ചെയ്ത് അങ്ങോട്ട് മാറുമ്പോഴാണ് ശ്രുതിയും പ്രീതിയും കൂടി അവിടെ എത്തുന്നത്. ഇതെവിടെയാണ് ശ്രുതി മോളിൽ ഞങ്ങൾ വെക്കുക എന്ന് പ്രീതി ചോദിക്കുമ്പോൾ, ഇവിടെ രാമേട്ടൻ എന്ന് പറഞ്ഞൊരാളുണ്ട്, കാര്യസ്ഥന, അയാളോട് നമുക്ക് ചോദിക്കാം ഇതെവിടെയാണ് വെക്കേണ്ടത്, അയാൾക്ക് അറിയാൻ പറ്റും കറക്റ്റായിട്ട്, ഇവിടുത്തെ വിശ്വസ്തനായ കാര്യസ്ഥനാണ് എന്നിങ്ങനെ പറയുവാണ്. വാ ചേച്ചി നമുക്ക് എന്തായാലും അകത്ത് കൊണ്ടുപോയി വെക്കാം, ആ കടലമിഠായിനെ കാണാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അകത്തേക്ക് കൊണ്ടുപോയി വെക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ അകത്തേക്ക് കയറുമ്പോഴേക്കും അശ്വിൻ പെട്ടെന്ന് നിന്ന് പോകുക കേട്ടോ. അശ്വിൻ എന്തൊരു തോന്നൽ, തനിക്ക് പ്രിയപ്പെട്ട ആരോ ഒന്ന് വന്ന പോലത്തെ തോന്നൽ. ആ സമയത്ത് അശ്വിൻ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇല്ല, ശ്രുതി ഇവിടെ വരാൻ ഒരു ചാൻസും ഇല്ല, പിന്നെ ഇതെനിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത് ശ്രുതി വന്ന പോലത്തെ ഒരു ഫീല് എന്നൊക്കെ മനസ്സിലിങ്ങനെ അശ്വിൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അപ്പോഴേക്കും അശ്വിൻ്റെ ഫോൺ വരുവാണ്. ഹലോ എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിൻ വീണ്ടും ഫോൺ വിളിച്ച് അങ്ങോട്ടേക്ക് പോകുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ ശ്രുതിയും അതുപോലെ തന്നെ പ്രീതിയും കൂടിയിട്ട് അശ്വിൻ്റെ അടുത്തേക്കാണ് നടന്നു പോകുന്നത്. പക്ഷേ അശ്വിൻ്റെയും ശ്രുതിയുടെയും നടുക്കായിട്ട് കുറച്ച് കർട്ടനും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് പാർട്ടീസ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതുകൊണ്ട് അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. പക്ഷേ പെട്ടെന്ന് ശ്രുതി തിരിയുമ്പോഴേക്കും അശ്വിനെ കാണുന്നുണ്ട്. അപ്പോൾ തന്നെ പ്രീതിയെടുത്ത് പറയുന്നുണ്ട്, വാ ചേച്ചി നമുക്ക് ഇങ്ങോട്ടേക്ക് മാറി നിൽക്കാമെന്ന് പറഞ്ഞിട്ട് പ്രീതിനെയും കൊണ്ടാണ് മാറി നിൽക്കുകയാണ്. എന്താ ശ്രുതിയും ചോദിക്കുമ്പോൾ അശ്വിൻ സായിറാം അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, ചേച്ചി നമുക്ക് ഇവിടെ നിൽക്കാം എന്ന് പറഞ്ഞിട്ടിരിക്കത്തന്നെ നമ്മുടെ രാമേട്ടൻ വരുന്നുണ്ട്. കുട്ടി എന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ, അതെ ഞങ്ങൾ ഈ സ്വീറ്റ്സായിട്ട് വന്നാൽ ഇത് എവിടെയാണ് വെക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ, അത് സ്റ്റോർ റൂമിൽ ആ പാത്രത്തിൽ വെച്ചാൽ മതി കുട്ടി, അങ്ങോട്ട് പോയിട്ട് വലതുഭാഗത്തേക്ക് തിരിയണം, അവിടെയാണ് സ്റ്റോർ റൂം, കുട്ടിക്ക് വേണ്ട പാത്രങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തോളൂ എന്ന് രാമേട്ടൻ പറയുവാണ്. അതിനുശേഷം രാമേട്ടൻ അവിടെ പോകുന്നുണ്ട്. പ്രീതി പറഞ്ഞു ഞാൻ പോയി എടുത്തോട്ട് വരാമെന്ന് പറയുമ്പോൾ ശ്രുതി പറഞ്ഞിട്ട്, വേണ്ട ചേച്ചിക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും ശരിക്കും അറിയില്ലല്ലോ, ചേച്ചി ഇവിടെ നിൽക്ക്, ഞാൻ പോയി പെട്ടെന്ന് തന്നെ എടുത്തിട്ട് വരാം എന്ന് പറയുവാണ്. അതിനുശേഷം കാണിക്കുന്നത് അഞ്ജലിനെയാണ്. അഞ്ജലി റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശ്യാം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ശ്യാമേട്ട ഈ ഡ്രസ്സ് ശ്യാമേട്ടനെ നന്നായിട്ട് ചേരുന്നുണ്ടല്ലോ, അടിപൊളിയാണ് കേട്ടോ എന്നിങ്ങനെ പറയുമ്പോൾ ശ്യാം പറയുന്നുണ്ട്, ഇതെനിക്ക് വേണ്ടപ്പെട്ട ഒരാളെ സെലക്ട് ചെയ്ത് തന്നതാ. അപ്പോൾ ശ്യാമേട്ടന് വേണ്ടപ്പെട്ട ആളൊക്കെ ഉണ്ടല്ലേ, പിന്നെ എനിക്ക് ഒരുപാട് വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട്, പക്ഷേ എല്ലാവരെയും കൂടിയിട്ട് ഒരു ത്രാസിൽ വെച്ചിട്ട് ഇപ്പോഴത്തെ ത്രാസിൽ നിന്നെ വെച്ച് കഴിഞ്ഞാൽ നീയേ ജയിക്കുള്ളൂ എൻ്റെ സുന്ദരി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഞ്ജലിന് ഒരു ഉമ്മ കൊടുക്കുവാണ് ശ്യാം. അഞ്ജലിക്കും അത് കാണുമ്പോൾ വല്ലാതെ സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന ശ്രുതിനെയാണ്. ഇവിടെ എവിടെയാണ് സ്റ്റോർ റൂം എന്ന് പറഞ്ഞത്, ഇപ്പുറത്താണോ അപ്പുറത്താണോ, ഇവിടെ തന്നെ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങോട്ടേക്ക് തിരിയുവാട്ടോ. ആ സമയത്ത് അഞ്ജലിക്ക് ഫോൺ വരുവാണ്, സ്വീറ്റ്സായിട്ട് അവർ വന്നിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട്, ശ്യാമായിട്ട് സ്വീറ്റ്സായിട്ട് ഇന്ന് പുതിയ പാർട്ടിയാണ് വന്നേക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ അവരുടെ തൊട്ട് പുറകെ ശ്രുതി നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ പരസ്പരം അവർ കാണുന്നില്ല. ആ ഒരു ഭാഗത്തുള്ള എപ്പിസോഡ് തരുന്നത് മറ്റൊരു വീഡിയോ